ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു മൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ടായി, അപ്പോൾ എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വളരെയധികം കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം നമ്മളൊരു മൈക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി മൈക്ക് ഓർഡർ ചെയ്തു. അപ്പം അങ്ങനെ മൈക്കിന്ന് നമ്മൾ ഡെലിവർ ആയിട്ടുണ്ട്. നമുക്ക് ഡിജിടെക് എന്നുള്ള കമ്പനിയുടെ മൈക്കാണ് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ തന്നെ. അപ്പോൾ ഞാനും കൂടി വാങ്ങിച്ചത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം അതിൻ്റെ ഔട്ടർ ബോക്സിനടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള ബോക്സാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ അക്സസറീസ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുള്ള അക്സസറീസ് ഫസ്റ്റ് ചെക്ക് ചെയ്യാം ഒന്നൊന്നായിട്ട്. അങ്ങനെ നമ്മൾ മൈക്ക് ഓൺ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെ മൈക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന നോയ്സ് റിഡക്ഷൻസും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ഇടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ കൈ കിട്ടിയതേ ഉള്ളൂ. ഇത് ഇലക്ട്രോണിക് ഡിവൈസും കൂടി ആണല്ലോ. അപ്പോൾ നാളെ തന്നെ ഇത് വർക്കാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു 1 വീക്ക് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. 1 വീക്ക് എന്തായാലും നമുക്കിത് ഉപയോഗിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും ആ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത്. അതുവരെ ചാനൽ നോക്കും.